ഒരാളും പേടിക്കേണ്ട, കട്ട റേറ്റിംഗിൽ നിന്നോളൂ, അതൊരു ബോംബായിരിക്കും. ഞാൻ നല്ല കൂട്ടാണ്, അതുപോലെ തന്നെ ഞാൻ നല്ല ഭദ്രകളിയാണ്, കാരണം സമയങ്ങളുണ്ട് കേട്ടോ, അവർക്കറിയാം. കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ലവ് ലെറ്റർ കിട്ടിയ കാര്യം അടക്കം ഞാൻ വീട്ടിൽ സംസാരിക്കാറുന്നു. കോമഡി ആക്കണതല്ല മക്കളെ, ആവണതാണ്. പൊന്നോ, ഞാൻ കത്തും, കേറി കത്തും. രണ്ടാളും ഒരുമിച്ച് വായി നോക്കാറുണ്ട്. ഇങ്ങനെ ഒരു തട്ടും ഇങ്ങനെ ഒരു നോട്ടം നോക്കും ഞങ്ങൾക്ക് മനസ്സിലാവാതെ. വീട്ടിൽ പോയി പറയണട്ടാ, ഇവിടെ പറയണ്ട. പക്ഷെ അതൊന്നും എനിക്ക് പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്രേമിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഹേർട്ട് ആവുന്നവരും ഹാപ്പി ആവുന്നവരും എല്ലാം അടങ്ങിയതാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ബുക്കും പെന്നൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടാൽ നമ്മുടെ ഡെയിലി ബ്ലോഗോ ഡൈമ ലൈഫ് ഒന്നും അല്ല കേട്ടോ. Q&A ചെയ്യാന്ന് വിചാരിച്ചു. കുറേ ദിവസമായി നമ്മളിങ്ങനെ ചെയ്യണം വെച്ചിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഇട്ടതായിരുന്നു ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ Q&A എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫാനോ അന്ന് നിർത്തിക്കോളൂ, ഒരു മിനിറ്റ് ഞാൻ ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോണത് Q&A ആണ് മക്കളെ. കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ചെയ്തത് അതും എടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് അയച്ചതിൽ അതും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ട ചോദ്യങ്ങൾ അതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം സംസാരിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആദ്യം ചോദിച്ചിട്ടുള്ളത് ദൈവം അതൊക്കെ എഴുതി വെച്ചോട്ടോ. എന്താ വെച്ചാൽ ഒരു ഫോണേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പം അത് കാരണം ചോദ്യങ്ങളും ഒക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഞാനിങ്ങനെ പേര് പറയണോ ഒരാളുടെ? വേണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒരുപാട് പറയണം, അപ്പോൾ പേര് ഞാൻ പറയുന്നില്ല. അത് ചോദിച്ചിട്ടുള്ളത്, ചേച്ചി ഹസ്ബൻഡിനെ കാണിക്കാത്തത് എന്താ? ചേച്ചിയുടെ വീഡിയോസ് എല്ലാം പൊളിയാണ്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള വീഡിയോസ് എങ്ങനെയാണ് ഇത്രയും എനർജി ആയിട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചി ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ട് മക്കളെ, വീഡിയോയിൽ അവിടെ ഇവിടെ കേട്ട് വന്നിട്ടുണ്ട്. ഷാജിട്ട് അങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഞാൻ നിന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ വേണ്ടി ഇവർക്കൊക്കെ പാടാട്ടോ. അതുപോലെ ഹസ്ബൻഡായാലും മക്കൾക്കായാലും അവർക്ക് വരും, സപ്പോർട്ട് ചെയ്യും. ബാക്കിൽ നിന്ന് സപ്പോർട്ട് ഭയങ്കരമാണ് കേട്ടോ. അത് വീഡിയോയിൽ നിന്നിട്ടില്ലെങ്കിലും എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചില്ലെങ്കിൽ കാണുന്നവരോടൊക്കെ സബ് ചെയ്യാൻ വേണ്ടി പറയാറും ഇന്നെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ ചാനലിനെ. വീഡിയോയിൽ ആൾക്ക് വരാൻ മടിയാകൊണ്ടാണ് കേട്ടോ വരാത്തത്. എന്നാലും നമ്മുടെ 2-3-4 കുറച്ച് വീഡിയോസിലൊക്കെ ഉണ്ട്, ആൾ അബ്രോഡ് പോണ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോയിൽ വരാൻ ആൾക്ക് മടിയാണ്. ഇപ്പൊ പിന്നെ ആൾ ഇവിടെ ഇല്ല, അബ്രോഡാണ്, അപ്പോൾ പിന്നെ കാണൂല്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ വീഡിയോസ് എല്ലാം പൊളിയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സും സന്തോഷമുണ്ട് ഇങ്ങനെ കമന്റ് വായിക്കുമ്പോൾ കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യണതിന്. ഡീസെന്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞു, അതിനും താങ്ക്സ്. പോസിറ്റീവായിട്ട് കോമഡി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ഞാൻ അപ്പൊ കോമഡി ആക്കണതല്ല മക്കളെ, ആവണതാണ് ഇതൊക്കെ. അങ്ങനെ നമ്മളൊരു വൈബിൽ ഇങ്ങനെ പോകും. ചില ദിവസങ്ങളിൽ ഇപ്പം പറഞ്ഞ പോലെ മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ കോമഡി ആയിരിക്കും. പക്ഷെ അത് ലെങ്ത് ലോങ് ആയിരിക്കും, വീഡിയോ അവിടെ ലെങ്ത് ആയി പോകും. അപ്പം അതങ്ങനെ ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ എനർജി ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എത്ര വയ്യെങ്കിലും ഇപ്പോൾ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ജിജില്ല, അല്ലെങ്കിൽ എനിക്ക് മൂഡോ ടെൻഷൻ്റെ അങ്ങേ തലക്കിലാണെങ്കിലും ഞാൻ മൂഡ് ഓഫ് ആയി ഉണങ്ങി അങ്ങനെ ഇരിക്കാറ് കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ പോസിറ്റീവ്. ആ ഒരു സമയത്തെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, ആ 1 മണിക്കൂർ നേരത്തെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൽ പിന്നെ അത് അങ്ങോട്ട് വിട്ടു, അങ്ങനെ ഇങ്ങോട്ട് പോണു ഒക്കെ. പിന്നെ അടുത്ത ചോദ്യം വന്നിട്ട് വായിക്കട്ടെ. ഡെയിലി വീഡിയോസ് ആരാ എടുത്തു തരുന്നേ? എഡിറ്റിംഗ് ആരാ ചെയ്യുന്നേ? ഒന്നുകൂടെ പറയട്ടെ, വീഡിയോസ് എല്ലാം പൊളി, നിങ്ങൾ ഇതിൽ കയറി കത്തും, എനിക്ക് ഉറപ്പുണ്ടോ, കുറച്ച് ടൈം എടുക്കണം, ഫുൾ സപ്പോർട്ട്. എൻ്റെ പൊന്നോ, ഞാൻ കയറി കത്തും, പിന്നെ എയറിലാവും, എന്തൊക്കെ ആവും, സോഷ്യൽ മീഡിയ അല്ലേ, എന്തൊക്കെ ആവുമെന്ന് നമുക്കറിയില്ല. ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 1 ഇയർ ആവാൻ 1 ഇയർ ആയിട്ടില്ല. അതൊക്കെ കഴിയുമ്പോൾ അറിയാൻ പറ്റും. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഡെയിലി വീഡിയോ ഞാൻ പിള്ളേർ സ്കൂളിൽ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ ട്രൈപോഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് എൻ്റെ അപ്പ അതൊരു ഹതാഹുതിയാണ്. ഡെയിലി നമ്മൾ ലോങ് വീഡിയോയും ഷോർട്സ് എടുക്കും. എന്നോട് ഒക്കെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, യൂട്യൂബിലെ കുറച്ച് ഫ്രണ്ട്സ് ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റണേന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ലോങ് വീഡിയോ എടുക്കുന്ന പാടല്ലേ? ശരിയാണ്, നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ നമ്മൾ അത്രയും ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്കത് വലിയ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അപ്പം അതങ്ങനെ. കുട്ടികൾക്ക് സ്കൂളില്ലെങ്കിൽ പൂജുട്ടിയാണ് മെയിനായിട്ട് എടുത്തുതരുന്ന ആള്. ഇപ്പൊ കണ്ണൻകുട്ടി പുറത്തൊക്കെ അവനും അടിപൊളിയായിട്ടൊക്കെ എടുത്തുതരും. അതുകൊണ്ട് ഇവർക്ക് ക്ലാസ് ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം. അതുപോലെ അങ്ങനെ ഒരാൾ എടുത്തു തരുമ്പോൾ പിന്നെ നമുക്ക് എഡിറ്റിങ്ങും ബാക്കി നോക്കിയാൽ പോലെ.
അങ്ങനെയൊക്കെയാണ് കേട്ടോ. എഡിറ്റിങ്ങും ഒക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മോള് ലീവുള്ള ദിവസമാണെങ്കിൽ അവളും ചെയ്യും. ആദ്യമൊക്കെ മോൾ തന്നെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ അവളിൽ നിന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ഒട്ടുമിക്കതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, അവളും ചെയ്ത് തരാറുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ചോദ്യം ഉണ്ട്. പിന്നെ ആളെന്നെയാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫാമിലി ലോങ് വീഡിയോ, ഷോർട്സ് വീഡിയോ എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ പകുതി നിർത്തി പോകരുത്, മുന്നോട്ട് പോകുക, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നമ്മൾ ഡെയിലി കമന്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. പുള്ളി ചോദിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറയാൻ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയും എനിക്ക് ഏട്ടനും അനിയനും അമ്മയാണല്ലേ. അപ്പോൾ അവര് ഒരു 6-7 വർഷം മുന്നേ എന്നോട് പറയാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നോക്ക്, കുക്ക് തരക്കേടില്ലാതെ കുക്ക് ചെയ്യും, പിന്നെ വായാടിത്തരം ആദ്യം കയ്യിലുള്ളതും, പിന്നെ അങ്ങനെ എന്താ പറയാ അവരിങ്ങനെ പറയും ചെയ്തു. പക്ഷെ അന്നൊന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അന്ന് അതിനൊന്നും ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും കേട്ടാൽ മൂങ്ങാറുണ്ട്. ഇപ്പൊ പിന്നെ കുറേയൊക്കെ മാറ്റുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അമ്മയോട് മെയിനായിട്ട് അമ്മ എപ്പോഴും പറയും പാടും ഇതന്നെ വലിയ പറയുമ്പോൾ ഒന്നും തുടങ്ങി, ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി നോക്കുക, എല്ലാവരും തുടങ്ങുന്നുണ്ട്. അമ്മ ഈ ചെറുപ്പത്തിൽ തയ്യാറാവുണ്ടാവും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതൊക്കെ അമ്മയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും ഇല്ലാത്ത ആളാ. ഇപ്പൊ പൂജയ്ക്ക് ഇൻസ്റ്റഗ്രാം എടുത്ത് മുന്നേ കേട്ടോ, ഈ 5-6-7 വർഷത്തിന് മുന്നത്തെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ചേച്ചിമാരുടെയും അനിയത്തികളുടെ യൂട്യൂബ് ചാനൽ, ഫാമിലി വ്ളോഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, കുക്കിംഗ് വ്ളോഗ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ അന്ന് മുതലേ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പുറത്തെ ഒരു പേടിയോ മടിയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അത് അങ്ങനെ നീണ്ടു പോയിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ദീപാവലിയുടെ ദിവസമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അമ്മയാണ്. പിന്നെ ഫാമിലിയിൽ ഫുള്ള് സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, മുന്നോട്ട് പോക്കോ, ഈ തുടങ്ങിക്കോ. നെഗറ്റീവ് പറയുന്നവരവിടെ പറയും, അവരവിടെ പറഞ്ഞോട്ടെ, നമുക്ക് പറ്റാത്ത ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷനില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്നും ഈ ടെൻഷനാവുന്ന. ഇന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ അവരെ ഏട്ടനായാലും അനിയനായാലും അമ്മയായാലും ഷാജനായാലും പിള്ളേരായാലും എനിക്ക് ഇവരെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരായാലും കുറച്ച് ആൾക്കാർ. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് എന്ത് വന്നാലും അത് ഇന്നെ ബാധിക്കുകയാണെങ്കിൽ അവരെ കൂടെ ബാധിക്കും. അപ്പൊ അവർക്ക് പ്രശ്നമില്ല. അപ്പൊ നീ തുടങ്ങിയപ്പോ പറയുന്നവര് ഇതിങ്ങനെ പറയാൻ കുറെ ആൾക്കാരുണ്ടാവും സോഷ്യൽ മീഡിയ. പേടിക്കാതെ തുടങ്ങിയപ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ധൈര്യത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ പിന്നെ എന്റെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നതല്ലോ, എല്ലാവരുടെ ഇഷ്ടത്തിനായതുകൊണ്ട് എനിക്ക് പേടിക്കാറില്ലല്ലോ. അങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ്. മെയിനായിട്ട് അമ്മയുടെ ആഗ്രഹമാണ് കേട്ടോ. പിന്നെ ലോങ് വീഡിയോ ഷോർട്സ് ഒക്കെ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ്, സന്തോഷമാണ് കേൾക്കുമ്പോൾ. അങ്ങനെ ഇവരൊക്കെ കറക്റ്റാക്കി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് അതിൻ്റെ ദൈവം എത്തിച്ചിട്ട് വലിയ കാര്യം. പിന്നെ ചാനൽ നിർത്തി പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പം പറഞ്ഞ പോലെ ഇല്ല ഉണ്ടാവും, അത് നിർത്തി പോകുന്നുണ്ടാവില്ല. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ എത്തിക്കാൻ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും നിർത്തുമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മളൊരു മൈൻഡിലുണ്ടാവുമല്ലോ. അതുവരെ എഫേർട്ട് ഇടാൻ ഞാനൊരുക്കാണ്. നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ആയിട്ട് കൂടെ ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി താങ്ക്സ്. അടുത്ത ചോദ്യം, ലൈഫ് സ്റ്റോറി പറയുമ്പോൾ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സബ്സ്ക്രൈബർ. ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ അതെല്ലാവരുടെ ലൈഫ് സ്റ്റോറി അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ പറയാം കേട്ടോ, അതിപ്പോഴല്ല. നമ്മൾ തകർന്ന് തരിപ്പണായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയില്ല. ഞാനൊരു എയിം കണ്ടിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാം പറയും കേട്ടോ. A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞൊരു അടിപൊളിക്കാണ്. ഞാൻ ഇപ്പോൾ പറ്റുമെങ്കിൽ പറ്റാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലൈഫ് സ്റ്റോറി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഹേർട്ട് ആവുന്നവരും ഹാപ്പി ആവുന്നവരും എല്ലാം അടങ്ങിയതാണല്ലോ. എല്ലാം പറയണം. ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഞാൻ എല്ലാം പറയും. ഒരാളും പേടിക്കേണ്ട, കട്ട റേറ്റിങ്ങിൽ നിന്നോളൂ, അതൊരു ബോംബായിരിക്കും. അത്രയും അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ വേണ്ടി പറയാം. പിന്നെ വന്നിട്ടുള്ളത് എത്ര വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് എന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമാണ് കേട്ടോ. ഇനി വരുന്നത് 18ാമത്തെ വർഷമാണ്. 18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത ചോദ്യം വന്നിട്ട് വായിക്കട്ടെ. അടുത്ത ചോദ്യം, ചേച്ചി സുഖമാണോ?
എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒരു ലവിൻ്റെ ഹാർട്ട് ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ആള്. ചോദ്യം, ചേച്ചി കുട്ടികളോട് നല്ല കൂട്ടാണല്ലോ, അപ്പോൾ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? പിന്നെ അപ്പോൾ അത് വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ ആ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ പിള്ളേരോട് നല്ല കൂട്ടാണ്, സ്കിപ്പ് ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെ അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നല്ല കൂട്ടാണ്, അതുപോലെ തന്നെ ഞാൻ നല്ല ഭദ്രകളികൾ കാരണം സമയങ്ങളുണ്ട് കേട്ടോ, അവർക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അവിടെ വിട്ടു, പിന്നെ നമ്മൾ ചെയ്യും. എനിക്ക് ഇവരെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് അമ്മ എന്നുള്ള സ്റ്റേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്കാട്ടിലും ഇപ്പം എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ, നല്ല കൂട്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ വായ നോക്കണേ, എനിക്ക് ലവ് ലെറ്റർ കിട്ടിയ കാര്യം അടക്കം ഞാൻ വീട്ടിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത് ആയതുകൊണ്ട് എനിക്ക് കുട്ടികളോടും അങ്ങനെ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. അതിനെക്കാട്ടിലും കൂട്ടാണ് ഞാൻ അവരോട്. അപ്പോൾ ഇപ്പം ഞാനും പൂജിട്ടിയാണെങ്കിലും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വായി നോക്കാറുണ്ട്. ഇങ്ങനെ ഒരു തട്ടും ഇങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാതെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവർക്കൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു വിരോധമുള്ള ആളല്ല കേട്ടോ. ഈ കുട്ടികൾ അപ്പോൾ ഞാൻ ഇവരോട് പ്രേമിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കില്ലേ പൂജിട്ട് ഇങ്ങനെ പറയുമ്പോൾ. എന്തായാലും ഇവരുടെ ഒരു സ്റ്റേജ്, എല്ലാവർക്കും ആ ഒരു സംഭവം, ആ ഒരു സ്റ്റേജ് ഉണ്ടാവും. എല്ലാവർക്കും പ്രേമിക്കാനും പ്രണയിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഏജിൽ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. അത് ഇന്ന ഏജ് എന്നൊന്നുമില്ല, അത് ഏത് ഏജിലാണെങ്കിലും നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം, റിലേഷൻഷിപ്പ്. പക്ഷെ അതൊക്കെ ഇല്ലേ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ബോധവും പക്വതയും പ്രായവും എല്ലാം ഓക്കെ ആയതിൻ്റെ ശേഷം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റോ ഒരു അതിർവരമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവളോട് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. കണ്ണനോടും രണ്ടാളോടും. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേയുള്ള മാറ്റം, തുടങ്ങിയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. എനിക്കായിട്ട് കുറച്ച് സമയങ്ങൾ കിട്ടുമായിരുന്നു. തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇരിക്കാനല്ല ഫുൾ ബിസിയാണ്. നമുക്കിങ്ങനെ നമ്മുടെ മൈൻഡിൽ നാളെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമയത്ത് വീഡിയോ ഇടണം, ഷോർട്സിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം, കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനെ നമുക്കത് വ്യൂസും സബ്സ്ക്രൈബറും കിട്ടുന്ന രീതിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായതുകൊണ്ട് ഒരു ബിസി ആയതുകൊണ്ടില്ലേ. മുന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് പാര കിട്ടേണ്ട ഒരാളാണ് ഞാൻ കേട്ടോ. ഞാൻ അങ്ങോട്ട് തല വെച്ച് കൊടുക്കും, പണി ഇങ്ങോട്ട് ഇറന്ന് വാങ്ങാന്നൊക്കെ പറയുന്ന ആളായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് കണ്ണടച്ച് അങ്ങനെ ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ആളുടെ എന്തെങ്കിലും ഒരു പാട് കിട്ടുമ്പോൾ ഞാൻ അത് ചിന്തിച്ചിരുന്ന് എൻ്റെ കുറേ സമയം ഞാൻ വേസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ണാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഇരുന്നാലും ഇവരങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ അവരെന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അവരെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അതിനെ ചിന്തിച്ചിട്ട് ചിന്തിക്കാൻ സമയം കിട്ടിയായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബിസി ആയതുകൊണ്ട് എനിക്ക് ടെൻഷൻ ആലോചിക്കാനോ അത് ചിന്തിച്ചിരിക്കാനോ പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് എന്തോ ആയിക്കോട്ടെ, അത് ഇന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ കുറച്ചുകൂടെ ബോൾഡായ പോലെയും കുറച്ചും കൂടെ ഒക്കെ തൻ്റെ അടുത്തോടു കൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് പറയണവരെ എങ്ങനെ എടുത്ത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് ആ ആൾക്കാരെ കേട്ടാത്ത വിധം എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എൻ്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയ കുറേ നല്ല ഫാമിലീനെ കിട്ടി. പോസിറ്റീവായിട്ട് ഉള്ള, നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ സംസാരിക്കാനും ഇരിക്കാനും നോക്കിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ ബാക്കി പകുതി കാര്യങ്ങളും ഓക്കെയാണ്. അതാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയിട്ടുള്ള മാറ്റം കേട്ടോ. അടിപൊളിയായിട്ടുള്ള മാറ്റം ഒന്നതാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ വെയിറ്റ് നല്ലോണം കുറഞ്ഞല്ലോ, വെയിറ്റ് ലോസ് ജേണി പറയുമെന്ന്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഞാൻ 84 കിലോ ഉണ്ടായിരുന്നു, ഒരു അങ്ങനെ തടി ഉണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ പൂജിച്ചിട്ട് എന്തൊക്കെയായിരുന്നു കല്യാണം കഴിയുന്ന സമയത്ത്. പിന്നെ ഡെലിവറി കാര്യമൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ അങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് എനിക്ക് ഇങ്ങനെ മെലിഞ്ഞിരിക്കും, എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എന്താ ഇതിനെ പറ്റി പൊട്ടത്തരം എന്താ ഈ ഇരുന്ന് പറയുന്ന ചേച്ചി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ മെലിഞ്ഞാല് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പോസിറ്റീവ് ഇങ്ങനെ തടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ ഒരുപാട് തടിക്കണമെന്നല്ല എന്നാലും. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് തടിച്ചു. പിന്നെ ഒരു 84 കിലോ ഒക്കെ ആയി. പിന്നെ അത് കുറഞ്ഞ് ഇപ്പം 66 കിലോ. എന്നാലും ഞാൻ അത്യാവശ്യം തടിയുണ്ട്. എന്നാലും 66 കിലോ അതിൻ്റെ വെയിറ്റ് ലോസ് ജേണി ഒന്നും പറയാൻ വേണ്ടിയില്ല മക്കളെ. നമുക്കിപ്പോൾ കുറച്ചായിട്ട് അടോറെ ടെൻഷൻ വരുന്നു. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത അത്ര ടെൻഷൻ എൻ്റെ ലൈഫിൽ കടന്നു പോയി. അത് ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയാട്ടോ.
ഒന്നാമത് അതാണ് എന്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. ടിപ്പ് അതാണ്, ടിപ്പ് ടെൻഷൻ അതാണ്. അല്ലാതെ അടിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഓക്കെ തടി കുറഞ്ഞു, എനിക്ക് വയറൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വയറ് ഇവിടെ വരണ്ടായിരുന്നു. വയറ് കുറയാനുള്ള എക്സസൈസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ടെൻഷനും കാര്യവും ഉള്ളതുകൊണ്ടാണ് നമ്മളല്ലാതെ വെറുതെ വെട്ടി തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡ് നേരത്തിനൊന്നും കഴിക്കണില്ലല്ലോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ ശേഷം. മറ്റത് ഞാൻ അടാറ് വെട്ടാറുന്നു. ഇപ്പൊ പിന്നെ ഫുഡ് കഴിക്കാൻ സമയം കിട്ടണില്ല. ഫുഡ് കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചിട്ടുണ്ട്. അങ്ങനൊക്കെ കൂടെ ആയിട്ട് അങ്ങോട്ട് തടി കുറഞ്ഞതാണ്. പിന്നെ കുറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയാ തടി കുറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്റെ മൈൻഡിൽ ഓക്കെ എന്നാൽ ഇപ്പൊ കുറച്ച് തടി കുറച്ചിട്ട് അങ്ങോട്ട് പോവാൻ. എന്നാലും ഇടയ്ക്ക് പറയും ഞാൻ നല്ല കുറഞ്ഞു, എല്ലാം കുറഞ്ഞില്ല. എപ്പോഴും ഞാൻ പൂജിട്ട് ഞാൻ നല്ല കുറഞ്ഞോന്ന് ചോദിക്കട്ടോ. എനിക്ക് വലിയ പാടാ. എന്റെ അച്ഛക്ക് ഇങ്ങനെ തടിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാട്ടോ. അച്ഛയ്ക്ക് അമ്മയ്ക്കൊക്കെ ഞാൻ തടി കുറയുമ്പോഴേക്കും അയ്യോ തടി കുറഞ്ഞപ്പോഴേക്ക് എന്തോ അങ്ങനെയൊക്കെ അങ്ങനെ ഗുണ്ടായിരിക്കും അവരെ വിചാരം ഞാൻ നല്ല അടിപൊളി ഹാപ്പി അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും അങ്ങനെയാണ് തടി കുറഞ്ഞത്. പിന്നെ എക്സസൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് മടിയാ. പിന്നെ ഓടാനും ചാടാനും ഒന്നും ഞാൻ പോകാറില്ല, നടക്കാനും നമുക്ക് മടിയാ, മൊത്തത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ വെയിറ്റ് ലോസ് ജേണി എന്ന് പറയണത് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്ത മക്കളെ, ടെൻഷൻ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കുറച്ചു. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം, പിന്നെ ഈ കമന്റ് ഇതില് കമ്മ്യൂണിറ്റിയിൽ അല്ലാണ്ട് അവർ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഈ ലോങ് വീഡിയോയിൽ വരുന്ന ചോദ്യം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞല്ലോ, പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതില് ചേച്ചി മേക്കപ്പ് ഇട്ടിട്ടാണോ വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പ് പോയിട്ട് പൗഡർ പോലും ഇടാറില്ല. പുട്ടിയാണ് പറയും, ഞാൻ പുട്ടിയാണ് മക്കളെ, ഞാൻ പുട്ടിയാണ്. ലിപ്സ്റ്റിക് ഇടാറുണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ ലിപ്സ്റ്റിക് ഞാനിപ്പോ മേക്കപ്പ് ഇട്ടു, അതിപ്പോ നെഗറ്റീവായിട്ട് ചോദിക്കുന്നതല്ല കേട്ടോ അവര്. ഇനിയിപ്പോ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു വിഭാഗക്കാരാണ്, ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ നല്ല രീതിക്ക് പറയുന്നവരോട് ഞാൻ പറയാം മക്കളെ, ഞാൻ മേക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതാറുണ്ട്, ലിപ്സ്റ്റിക് ഇടും, ഒരു പൊട്ടും ഇടും, രാവിലെ ആണെങ്കിൽ കുറിയിടും. ഇത് വെച്ചാൽ അതിപ്പോ ഞാൻ കുളിക്കാണ്ടേ നനയ്ക്കാണ്ടേ മെന കെട്ടിട്ടേക്കാണ് നടക്കുന്നത്, തീരെ ഇഷ്ടമല്ല. അവിടെ പൂജിട്ടിനോട് പറയാം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒരുങ്ങി, എനിക്ക് അങ്ങനെ പെൺകുട്ടികളെ ഒരുങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ഞാൻ ചെറുതിലും അങ്ങനെ തന്നെ, എൻ്റെ നാട്ടിലുള്ളവരും ഇന്നെ അറിയണവർക്കൊക്കെ അറിയാം, ഞാൻ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അതെന്ന് വിചാരിച്ചിട്ട് ഫൗണ്ടേഷനും പ്രൈമറും മറ്റേ സാധനം എന്തായിരുന്നു കൺസീലറും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലും ഇല്ല. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യില്ല എന്നല്ല, അത് നല്ലതല്ല എന്നല്ല കേട്ടോ. എനിക്കത് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഡെയിലി യൂസ് ചെയ്യും. എനിക്കറിയില്ല സാധനം ഒന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്നുള്ളത്, അത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണും. അപ്പോൾ സൺസ്ക്രീൻ ഇടാറുണ്ട്, ഒരു മോയ്സ്ചറൈസർ ക്രീമും ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ അങ്ങനത്തെ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു മേക്കപ്പ് ഇട്ട പോലെ തോന്നും, അതുകൊണ്ടായിരിക്കും. പിന്നെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതുകൊണ്ട് തള്ളി വന്നിട്ട് ഞാൻ കേറി പോകല്ലേ ഇല്ലാട്ടോ, അത് അവളുടെ ഭാഗത്തുനിന്നിട്ടതാണ്, ഞാനല്ല. അപ്പോൾ അങ്ങനെയാണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അങ്ങനെ കിട്ടിയില്ലേ. അപ്പം ലിപ്സ്റ്റിക് എനിക്ക് ജീവനാട്ടോ. ഞാനൊക്കെ ചെറുതിൽ സ്കൂളിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് യുവജനോത്സവത്തിന് ഞാൻ ഒപ്പനയ്ക്കും തിരുവാതിര കളിക്കും എല്ലാത്തിനും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഈ ഒരുങ്ങാൻ ഇഷ്ടമായതുകൊണ്ട്, പഠിക്കാൻ ബാക്കിയൊക്കെയാണല്ലോ, അപ്പോൾ ഇതിനെങ്കിലും ഇതാണെന്ന് എനിക്ക് ഇഷ്ടം കൂടുതലില്ല. അപ്പം അതുകൊണ്ട് വേണ്ടിയിട്ട്. പക്ഷെ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, ഇപ്പൊ ഒരു കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഞാനും പൂച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ആർക്കും വിരോധമല്ല, എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മക്കൾക്കോ എനിക്കോ കുഴപ്പമില്ല, പ്രശ്നമില്ല. ലിപ്സ്റ്റിക്കിന് ഒരുങ്ങി നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടം. അഥവാ ഞാനൊന്ന് ഡള്ളായി ഒരുങ്ങാണ്ടൊക്കെ കണ്ണെഴുതാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ സങ്കടം ഉണ്ടോ ചോദിക്കും. എന്താ വെച്ചാൽ എൻ്റെ കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ എനിക്കൊരു നമുക്കൊരു വയ്യായിക പോലെ ഫീൽ ചെയ്യും. എനിക്ക് കണ്ണെഴുതാനും ഇങ്ങനെ ഒരുങ്ങാനും ഇഷ്ടം. അപ്പോൾ അത് കാരണം മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ചേച്ചിക്ക് നൈറ്റി ഇട്ടിട്ട് വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളതാണ് കേട്ടോ. അത് നേരെ ചോദിക്കണതല്ല കേട്ടോ. ചേച്ചി നൈറ്റി ഇട്ടിട്ട് വീഡിയോ ഇട്ടാൽ സൂപ്പറാ ചേച്ചി. പിന്നെ നൈസായിട്ടുള്ള നൈറ്റി ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ അവർക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് കേട്ടോ. അത് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് പോകും. പൂജിറ്റിക്ക് എൻ്റെ സ്വഭാവം നല്ല പോലെ അറിയണോണ്ട് പൂജിറ്റി പറയും ഒന്നിന് റിപ്ലൈ കൊടുക്കണ്ട, മൂടും അതങ്ങോട്ട് പൊക്കോട്ടെ, അവരങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് മോശമായിട്ട് നെഗറ്റീവ് സംഭവം ഇടണമെന്നുണ്ടെങ്കിൽ ഇതിൽ കയറിയിട്ട് ഇടണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇത്രയും എഴുതണം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്നും സ്കിപ്പ് ചെയ്താൽ അത് പോവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പം അങ്ങനത്തെ വീഡിയോ ചെയ്യുമോ ചേച്ചി, ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുരു പൊട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ നല്ലത് കേൾക്കും.
ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് കേട്ടു കഴിഞ്ഞ ആഴ്ച. ഞാനത് ആള് കണ്ടന്റ് ആണോ പെണ്ണോ ആരോ ഒന്നും എനിക്കറിയില്ല. ഞാനത് ഈ വരുന്ന നെഗറ്റീവ് കമന്റിന്റെ ഒക്കെ ഞാൻ ID ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫേക്ക് ID ആണെങ്കിലും ആരായാലും നമുക്ക് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ വെറുതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചേച്ചി അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കണ ഒരു ചാനൽ ഇതല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന രീതിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ചാനൽ ഇതല്ല. അതുകൊണ്ട് ഇതിൽ വന്നിട്ട് അങ്ങനെ ചോദിക്കേണ്ട. ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് പറയണമെന്ന് വിചാരിച്ചതാണ്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൂടെ പറഞ്ഞതാണ് കേട്ടോ. ആ വീഡിയോ ഇടോ ഈ വീഡിയോ ഇടോ അങ്ങനത്തെ നിൽക്കുമോ ഇങ്ങനെ നിൽക്കുമോ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി പറയണം കേട്ടോ, ഇവിടെ പറയണ്ട. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലൈഫ് സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എയിം കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബ്സും വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുവിധം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാം. അപ്പൊ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാവരും അങ്ങോട്ട് കേട്ടോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു സ്റ്റേജിലല്ല, ഒരു സ്റ്റേജിലേക്ക് എത്തി നമ്മളത് പറയാം. പോസിറ്റീവായിട്ടുള്ള കമന്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി കടപ്പാടും ഉണ്ട്. സപ്പോർട്ട് ചെയ്തതിന്, ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും. നെഗറ്റീവ് പറയുന്നവർക്കും നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ എടുക്കാത്തത് എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ അതൊന്നും പഠിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് വെറുതെ അതൊന്നും ചൊറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ നെഗറ്റീവ് ആൾക്കാരും എനിക്ക് സപ്പോർട്ട് തന്നെയാണ് തരുന്നത്. അത് ആ ഒരു സപ്പോർട്ടിൻ്റെ രീതിക്ക് ഞാൻ എടുക്കണില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് അത് ഞങ്ങൾക്ക് അറിയാത്തയും ഒക്കെ ആൾക്കാരുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. എനിക്കിപ്പോൾ വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആൾക്കും നിൽക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡ്രസ്സിങ്ങോ ആയിക്കോട്ടെ, ഞാൻ മോശമായിട്ട് എവിടെയും ഡ്രസ്സ് ചെയ്തിട്ട് പോയിട്ടില്ല എൻ്റെ ഈ ഒരു നിമിഷം വരെ. മോശമായിട്ടുള്ള വീഡിയോസോ ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ നമ്മുടെ ചാനലിൽ ഉണ്ടായിട്ടില്ല. അല്ല ബുജുട്ടെ, അങ്ങനത്തെ ഒരു സംഭവം ഞാൻ മാന്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്റേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക, അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ആൾക്കാർ ദൈവം തന്നിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് അതിമോഹമോ അത്യാർത്ഥിയോ ഒന്നും ഇല്ലാട്ടോ. നിങ്ങൾ ഈ നെഗറ്റീവ് അടിക്കുന്നവരൊന്നും ചിന്തിക്കുക, വെറുതെ അങ്ങനത്തെ കാര്യത്തിന് ചൊറിയാൻ വേണ്ടി നിൽക്കണ്ട. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, നിങ്ങൾ അതൊന്നും കയറി മാന്തേണ്ട ആവശ്യമില്ല. അപ്പോൾ Q&A എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത് പറയണത് നെഗറ്റീവ് വന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്, ഒത്തിരി സന്തോഷം, നന്ദി കടപ്പാട് എല്ലാം ഉണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ Q&A അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ Q&A പോസ്റ്റ് ചെയ്യാൻ ഈ കുറച്ച് അങ്ങോട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഞാനതിന് മറുപടി തരിക വേണം. മാന്യമായ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള കമൻറ്റും കാര്യങ്ങളായിട്ട് നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം സപ്പോർട്ട് ചെയ്ത മക്കൾക്കും ഒരുപാട് നന്ദി. ടാറ്റ ബൈ, സീ യു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.